നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവി നമഃ. സ്കന്ധം 2 അധ്യായം 3. അനവസരത്തിൽ ഓരോരോ ആവശ്യമില്ലാത്ത ആഗ്രഹം തോന്നുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ നോക്കണേ. മനുഷ്യരായാലും ദേവന്മാരായാലും പുണ്യം ചെയ്തവരായാലുമൊക്കെ അനവസരത്തിൽ ഓരോ അനാവശ്യമായ ചിന്തകൾ തോന്നും എന്നുള്ളതിന് ഉദാഹരണമാണ് പറയുന്നത്. ഇങ്ങനെ മഹാഭിഷ രാജാവ് പിതാവായ പ്രദീപിനെ ഓർമ്മിച്ചപ്പോൾ അഷ്ടവസുക്കൾ ഭാര്യമാരോടൊത്ത് അവിചാരിതമായി അവിടെ വരുവാൻ ഇടയായി വസിഷ്ഠാശ്രമത്തിൽ. അപ്പോൾ ദ്വൗ എന്നു പേരുള്ള വസുവിൻ്റെ ഭാര്യ നന്ദിനി പശുവിനെ കണ്ടപ്പോൾ ഈ നല്ല പശു ആരുടേതാണ്, അതിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ഭർത്താവിനോട് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഭർത്താവ് അവളോട് ഇതിൻ്റെ പാല് കുടിക്കുന്നത് 10,000 വർഷം, പാല് കുടിക്കുന്നവർ 10,000 വർഷം നിത്യയൗവനത്തോടെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് തൻ്റെ കൂട്ടുകാരിക്ക് ഈ പശുവിനെ കൊടുത്താൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം തോന്നി. ഈ കറവ പശുവിനെ എൻ്റെ ഉത്തമമായ ആശ്രമത്തിലെത്തിച്ച് എൻ്റെ തോഴിക്ക് കൊടുക്കണം, അവൾ സുന്ദരിയായി എന്നെന്നും ജീവിക്കട്ടെ എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. അങ്ങനെ വസിഷ്ഠനെ മാനിക്കാതെ പൃഥു തുടങ്ങിയവരുടെ സഹായത്തോടെ നന്ദിനിയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ വസിഷ്ഠൻ പഴങ്ങളും ശേഖരിച്ചുകൊണ്ട് വേഗം ആശ്രമത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ പശുവിനെയും കിടാവിനെയും കാണാത്തതിൽ അദ്ദേഹം ദുഃഖിച്ചു. അദ്ദേഹത്തിന് അതികഠിനമായ കോപവും വന്നു. അങ്ങനെ വസുക്കളെല്ലാം മനുഷ്യയോനിയിൽ ജനിക്കേണ്ടി വരും, സംശയമില്ല എന്ന് വസുക്കളെ ശപിച്ചു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 37. ശ്രുത്വാ വിമനസഃ സർവേ പ്രിയൈർദുഃഖിതാച്ഛതേ ശപ്താസ്മ ഇതി ജാനന്ത ഋഷിം തമുപചക്രമുഹു. വസിഷ്ഠൻ തങ്ങളെ ശപിച്ചിരിക്കുന്നുവെന്ന് കേട്ടറിഞ്ഞ വസുക്കളെല്ലാവരും ദുഃഖിതരും വിമനസ്കരുമായി വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു. ശ്ലോകം 38. പ്രസാദയന്തസ്തമൃഷിം വസവശരണം ഗതാഃ മുനിസ്ഥാനാഃ ധർമാത്മാ വസൂൻദീനാൻ പുരസ്ഥിതാൻ. പ്രസാദിപ്പിച്ചുകൊണ്ട് വസുക്കൾ ആ മുനിയെ ശരണം പ്രാപിച്ചു. ദീനരായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന വസുക്കളോട് ധർമാത്മാവായ വസിഷ്ഠമുനി പറഞ്ഞു. ശ്ലോകം 39, 39, 40, 41 3 ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയാം. ശ്ലോകം 39. അനുവത്സരം സർവേദേ ശാപമോക്ഷം അവാപ്സ്യഥ യേനേയം വിഹൃതാധേനുർ നന്ദിനി മമ വത്സല. ശ്ലോകം 40. തസ്മാദ്യോർമാനുഷേ ദേഹേ ദീർഘകാലം വസിഷ്യതി തേ ശപ്താ പഥി ഗച്ഛന്തിം ഗംഗാം ദൃഷ്ട്വാ സരീദ്വരാം. ശ്ലോകം 41. ഊജുസ്ത്വാം പ്രണതാ സർവേ ശപ്താം ചിന്താതുരാം നദിം ഭവിഷ്യാമോ വയം ദേവി കഥം ദേവാ സുധാശനാഃ. ഓരോ വർഷവും ഓരോരുത്തരായി നിങ്ങളെല്ലാം ശാപവിമുക്തരാകും. എൻ്റെ ഈ വത്സലയായ നന്ദിനിയെ അപഹരിച്ചത് നിമിത്തം ദ്വൗ
മനുഷ്യദേഹത്തോടെ ദീർഘകാലം കഴിയണം. ശാപം കിട്ടിയ അവർ വഴിയെ നടന്നു പോകുന്ന ഉത്തമസരിത്തായ ഗംഗയെ കണ്ടിട്ട് ശാപത്താൽ ചിന്താവിവശയായ നദിയോട് അവരെല്ലാം നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, ദേവി, ഞങ്ങൾക്കെങ്ങനെ അമൃത് ഭക്ഷിക്കുന്ന ദേവന്മാരായി തീരാം? 41 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.